നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. 2 വർഷക്കാലമാണ് സൂപ്പർ താരം ലയണൽ മെസ്സി ഫ്രഞ്ച് വമ്പന്മാരായ PSG വേണ്ടി കളിച്ചിരുന്നത്. എന്നാൽ ആ 2 വർഷ കാലയളവ് മെസ്സിയെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ബുദ്ധിമുട്ടേറിയ ഒന്നായിരുന്നു. എന്തെന്നാൽ ആ ഒരു തൻ്റെ നിലവാരത്തിനൊത്ത് ഉയരാൻ മെസ്സിക്ക് PSG സാധിച്ചിരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മാത്രമല്ല PSG ആരാധകർ മെസ്സിക്കെതിരെ തിരിയുകയും ചെയ്തിരുന്നു. അവസാന നാളുകൾ മെസ്സിയെ സംബന്ധിച്ചിടത്തോളം വളരെയധികം കഠിനമായ ഒന്നായിരുന്നു. തൻ്റെ പുതിയ അഭിമുഖത്തിൽ ലയണൽ മെസ്സിയോട് PSG നാളുകളെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. PSG തനിക്ക് ദേഷ്യമോ വിരോധമോ ഇല്ല എന്നുള്ള കാര്യം മെസ്സി തുറന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രതീക്ഷിച്ച രൂപത്തിൽ കാര്യങ്ങൾ നടന്നില്ല എന്നും മെസ്സി സമ്മതിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വാക്കുകളെ ESPN റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ്: എനിക്ക് PSG യാതൊരുവിധ വിരോധവുമില്ല. ഞാൻ അവർക്ക് എതിരുമല്ല. നിർഭാഗ്യവശാൽ പ്രതീക്ഷിച്ച രൂപത്തിൽ അവിടെ കാര്യങ്ങൾ നടന്നില്ല. വ്യക്തിപരമായി പറയുകയാണെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ബുദ്ധിമുട്ടേറിയ ഒരു സമയമായിരുന്നു അത്. ബാഴ്സലോണയിൽ നിന്നുള്ള ആ ഒരു മാറ്റം ഞങ്ങളെ ബുദ്ധിമുട്ടിച്ചിരുന്നു. വൈകാരികമായി അത് എന്നെ ബാധിച്ചു. പക്ഷേ പാരീസിൽ ആയ സമയത്താണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല കാര്യം സംഭവിച്ചത്. എനിക്ക് ലോക ചാമ്പ്യൻ ആവാൻ പറ്റി. പാരീസിലെ അയൽവാസികൾ വളരെയധികം ബുദ്ധിമുട്ട് ഉണ്ടാക്കിയിരുന്നു. രാത്രി 9 മണിക്കും 10 മണിക്കും ഒക്കെ തുടർച്ചയായി കോളിംഗ് ബെൽ അടിച്ചുകൊണ്ട് ഞങ്ങളോട് ശബ്ദം കുറക്കാൻ വേണ്ടി അവർ ആവശ്യപ്പെടുമായിരുന്നു. ഇതാണ് പാരീസിലെ ജീവിതത്തെക്കുറിച്ച് ഇപ്പോൾ മെസ്സി പറഞ്ഞിട്ടുള്ളത്. PSG വിട പറഞ്ഞ ലയണൽ മെസ്സി യൂറോപ്യൻ ഫുട്ബോൾ തന്നെ അവസാനിപ്പിക്കാൻ തീരുമാനിക്കുകയായിരുന്നു. നിലവിൽ അമേരിക്കയിലാണ് മെസ്സി ഉള്ളത്. അമേരിക്കയിലും മികച്ച പ്രകടനം നടത്താൻ മെസ്സിക്ക് സാധിക്കുന്നുണ്ട്. ഇപ്പോൾ കോപ്പ അമേരിക്കയ്ക്ക് വേണ്ടിയുള്ള ഒരുക്കങ്ങളിലാണ് ലയണൽ മെസ്സി ഉള്ളത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. വീണ്ടും കാണാം.